ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നെല്ലിക്ക ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിടാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോയോളം നെല്ലിക്കയാണ്. എനിക്കിവിടെ കിട്ടിയേക്കുന്നത് വലിയ സൈസുള്ള നെല്ലിക്കയാണ്. ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ച് വെച്ചേക്കുവാണ്. വെള്ളം നന്നായിട്ട് തുടച്ച് കളയണം, അല്ലെങ്കിൽ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിടുമ്പോൾ പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നെല്ലിക്ക ഒന്ന് വരഞ്ഞു കൊടുക്കണം. എരിവൊക്കെ നമ്മുടെ നെല്ലിക്കയുടെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു ഫോർക്ക് യൂസ് ചെയ്തൊന്ന് കുത്തി കൊടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നെല്ലിക്ക കുപ്പിയിലോ ഉപ്പിലിടുമ്പോൾ നെല്ലിക്കയുടെ മീതെ കിടക്കണം. നെല്ലിക്കയുടെ താഴെയാണ് വെള്ളത്തിൻ്റെ അളവെങ്കിൽ നമ്മുടെ നെല്ലിക്ക പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം എപ്പോഴും നെല്ലിക്കയുടെ മുകളിൽ വരത്തക്ക വിധം വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം, അതാണ് കണക്ക്. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുത്തിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം അതാ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇത് വലിപ്പമുള്ള നെല്ലിക്കയല്ലേ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റാണ്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൂടുതൽ നേരം തിളപ്പിക്കണ്ട. നമ്മുടെ നെല്ലിക്ക നല്ല ക്രിഞ്ചി ആയിട്ട് വേണം ഇരിക്കാൻ. അത് കാരണം തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ എടുക്കുന്നത് നാടൻ നെല്ലിക്കയാണെങ്കിൽ, അതായത് ചെറിയ സൈസിലുള്ള നെല്ലിക്കയാണെങ്കിൽ, ഒരു 2-3 മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിക്കുന്നത് നല്ലതാണ്. അത് കുറച്ച് ഹാർഡായിരിക്കുമല്ലോ, അപ്പോൾ അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ നെല്ലിക്കയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തന്നെ നമ്മുടെ നെല്ലിക്ക ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ കുറച്ച് കാന്താരി മുളകുമാണ്. കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ എരിവുള്ള പച്ചമുളകായാലും മതി. പക്ഷേ കൂടുതൽ നല്ലത് നമ്മുടെ കാന്താരി മുളക് തന്നെയാണ്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇതിൽ നിന്ന് ഞാനൊരു 3-4 എണ്ണം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കാന്താരി മുളക് ഒന്ന് കീറിയിടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചതച്ചിടുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിയും 5-6 കാന്താരി മുളകും നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയും കാന്താരി മുളകും ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം എന്നാൽ നമ്മുടെ നെല്ലിക്ക ചൂടുവെള്ളത്തിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതും അതേപോലെ തന്നെ കാന്താരി മുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്നാൽ നമ്മുടെ നെല്ലിക്കയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പച്ചമുളക് നമുക്കൊന്ന് നടുവേ കീറിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്, അതേപോലെ തന്നെ എരിവുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം? പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് നോക്കുക. എന്നിട്ട് പുളി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം കറക്റ്റാണോ എന്ന്. ഉപ്പും പുളിയും അതേപോലെ തന്നെ എരിവും കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വിനാഗിരി. ഇനി നമുക്കൊരു ബോട്ടിലിൽ ഇട്ട് വയ്ക്കണം. ഇപ്പം എന്താ ഞാൻ 2 ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിലെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമയമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽ വേണം എടുക്കാൻ. വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നെല്ലിക്ക പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മുടെ നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത മുളകും കൂടെ ഇതിലേക്ക് വരത്തക്ക വിധം വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. നെല്ലിക്ക മുങ്ങിക്കിടക്കത്തക്ക വിധം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക ഉപ്പിലിട്ടത്. ഇത് 2-3 ദിവസം കഴിയുമ്പോൾ എടുത്താൽ മതി. അപ്പോഴാണ് നമ്മുടെ നെല്ലിക്കയിലേക്ക് ഉപ്പും
പുളിയും അതേപോലെ തന്നെ എരിവൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരുള്ളൂ. ഇപ്പം നെല്ലിക്കയുടെ സീസണല്ലേ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനു മുമ്പ് നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.